ഹലോ, അസ്സലാമലൈക്കും. നല്ലൊരു കിടിലം ചിക്കൻ ബിരിയാണി എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഉണ്ടാക്കാം. ഇതാ ഒരു പാത്രം അടുപ്പിൽ വെക്കുക. 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. അത് കഴുകി വൃത്തിയാക്കിയത്. ഇതുപോലെ വെള്ളം വാർത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 150 ഗ്രാം പച്ചമുളക്, 150 ഗ്രാം ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ചിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 6 വലിയ തക്കാളി, ചെറുതാണെങ്കിൽ ഒരു 8 9 തക്കാളി എടുക്കുക. ഇതിപ്പോൾ 1 കിലോനാണെങ്കിൽ ചിക്കൻ 1 കിലോ എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ നേർ പകുതി സാധനങ്ങൾ എടുത്താൽ മതി കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളൊന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലേ പിന്നെ നിങ്ങൾ ഇതുപോലെ വെക്കുള്ളൂ. 100% ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം എൻ്റെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പെരക്കിയിട്ട് തീ ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലാന്നേ തീ കത്തേണ്ടത്. എന്നിട്ടൊന്ന് മൂടി കൊടുക്കുക. മൂടിയിട്ട് ഇതൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനുള്ള ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അപ്പോൾ ചോറിനുള്ള വെള്ളവും നിങ്ങളൊന്ന് ഒരു അടുപ്പിൽ തിളക്കാൻ വെക്കണം കേട്ടോ. എന്നാൽ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് നമ്മളെ ബിരിയാണി റെഡിയാവും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളകും 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വേവട്ടെ. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. വെന്ത് ഇറച്ചിയിലുള്ള വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു ഇത് ഞാൻ കുറേ ബിരിയാണി ആയതുകൊണ്ടാണ് ഇത്ര അധികം ഉള്ളി എടുത്തത് കേട്ടോ. ഞാൻ 8 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ഉള്ളി നന്നായി വഴറ്റണം കേട്ടോ. ഇതേ കളറാവണം. എന്നിട്ട് ഇത് ഇറച്ചിയിലേക്ക് ചിക്കൻ വെന്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് പിന്നെ തീ ഓഫ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചിക്കൻ്റെ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് തീ കത്തണ ഹൈ ഫ്ലെയിമിൽ നിന്നൊന്ന് ചെറുതാക്കി കൊടുക്കുക തീ. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് കുറച്ച് കൂടുതൽ മല്ലിയും പുതിനയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് പോരാ കേട്ടോ. ഒരു 150 ഗ്രാമെങ്കിലും നമുക്ക് ഈ ബിരിയാണിക്ക് മല്ലിയും പുതിനയും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ ചോറിനൊക്കെ മാറ്റി വെക്കുക. പിന്നെ ചോറിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യും വെളിച്ചെണ്ണയും ചൂടാകുമ്പോൾ നമ്മൾ ഒരു 2 വലിയുള്ളി നൈസായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിതൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. ഞാൻ കറുത്ത മുന്തിരിയാണ് എനിക്ക് കിട്ടിയത്. വെള്ളയാണ് രസം ഉണ്ടാവുക. കറുപ്പ് നമ്മൾ ഒരു മൊഞ്ച് കുറവായിരിക്കും ബിരിയാണിക്ക്. അപ്പോൾ എനിക്ക് കറുപ്പാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതാണ് ഇട്ടത്.
പിന്നെ ഇവിടുത്തെ ഉള്ളിക്കൊരു ചുവപ്പ് കൂടുതലാട്ടോ. അതാണ് ഉള്ളിൻ്റെ കളറിങ്ങനെ. അപ്പോൾ ഇതുപോലെ ഒന്ന് അധികം കറുത്ത് പോവാതെ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ തീ ഒന്ന് ചെറുതാക്കിയിട്ട് ഉള്ളി ഇതുപോലെ കോരിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 ഏലക്കായ, 2, 3 കഷ്ണം കറുവപ്പട്ട, ഒരു 5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 കിലോ അരിയാണ് ഞാൻ എടുത്തത്. അതൊരു 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഈ അരി. എന്നിട്ട് ഇത് ഒന്ന് വെള്ളം ഒന്ന് അരിപ്പയിലിട്ടിട്ട് വെള്ളം ഫുള്ളായിട്ടും പോയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് വറുത്തതിന് ശേഷം അരി എത്രയാണോ എടുത്തത് അതിൻ്റെ 1/4 അളവിനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് അരിയാണെങ്കിൽ അത്രയും അതിൻ്റെ 1/4 ഭാഗവും. കൈമ അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് ഈ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. വറുത്ത് വെക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ അരി കുതിർത്തി വെച്ചാൽ 1 മണിക്കൂർ കുതിർത്തി വെച്ചാൽ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കൂല. അതിനാണ് നമ്മൾ എന്താക്കുന്നത്, കുതിർത്തി വെക്കുന്നത്. അപ്പോൾ അതാ ചോറ് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ക്യാരറ്റ് ഇതുപോലെ 4 ഇതാക്കിയിട്ട് മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അതാ ചോറ് ചെറിയ തീയിലാക്കി കൊടുക്കുക കേട്ടോ. 1/4 ഭാഗം ചോറ് വെന്തതിന് ശേഷം, ഇല്ലെങ്കിൽ അടി പിടിച്ച് പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, തീ ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതാ വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ചോറ് ദമ്മിടുക. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടാണ് ദമ്മിടുന്നത് കേട്ടോ. അതെനിക്ക് ഒരു ചെമ്പിലുള്ളത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ചെറുനാരങ്ങയും പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പനിനീരും എടുത്തിട്ട് പിന്നെ ഗരം മസാല. പിന്നെ മസാലയിൽ ഒരു 2 ചെറുനാരങ്ങ ഇറച്ചിയിൽ മസാല ആയിക്കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ അതെന്നോട് പറയാൻ മറന്നുപോയാ. അപ്പോൾ ഇതുപോലെ ദമ്മിടുക. ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുനാരങ്ങയും പനിനീറും ഒഴിച്ചു കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇറച്ചീൻ്റെ അകത്തുനിന്ന് ഈ ഇറച്ചീൻ്റെ മസാലേൻ്റെ അകത്തുനിന്ന് കുറച്ച് ഗ്രേവി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അതും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇട്ട് വീണ്ടും അതുപോലെ മസാലപ്പൊടിയും ഉള്ളി പൊരിച്ചതും ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയും പനിനീറും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ബിരിയാണി ദമ്മായിട്ടുണ്ട്. ഇതൊന്ന് നമ്മളൊന്ന് ചെറിയ തീയിലൊന്ന് ഒരു 10 മിനിറ്റ് നേരം ദമ്മാവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അപ്പോൾ ഇതാ ബിരിയാണി റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ.